ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. സൂര്യയുടേതായിട്ട് ഇനി വരാനിരിക്കുന്ന അടുത്ത ചിത്രം കറുപ്പ് നമുക്ക് കറുപ്പിട്ട് ചെയ്യാം എന്നുള്ള വിചാരത്തോടെ കറുപ്പിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗോഡ് മോഡ് എന്ന് പറഞ്ഞ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. കറുപ്പ്, സൂര്യ, ആർ ജെ ബാലാജി, തൃഷ, സായ് അഭയങ്കർ ചെറുക്കം കയറി നിരത്താണ്. എങ്ക பார்த்தாലും എവിടെ നോക്കിയാലും സായ് അഭയങ്കർ. പുള്ളിക്കാരൻ നല്ല രസമാണ്. മാത്രമല്ല പുള്ളിക്കാരൻ്റെ വോയിസിന് ഭയങ്കരമായിട്ടൊരു അനിരുദ്ധ് സൗണ്ടുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. മ്യൂസിക് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മ്യൂസിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ചെയ്യപ്പെടുന്ന കുറേ ആളുകളെ ഹെയ്റ്റ് ചെയ്യപ്പെട്ടിട്ട് വരുന്ന ഒരു പാവം ചെറുപ്പക്കാരാണ് പുള്ളിക്കാരൻ തോന്നുന്നത്. അത് കൂടുതലും ഈ അനിരുദ്ധ് ഫാൻസ് ഒന്നും കണ്ടെടുത്താൽ കണ്ടുകൂടാ. അങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് എന്തായാലും കയറി വരട്ടെ. അപ്പോൾ നമുക്ക് ആ പാട്ടാണെന്ന് റിവ്യൂ ചെയ്യാനുള്ളത്. 4 മിനിറ്റ് 10 സെക്കൻഡ്. എങ്ങനെയാണ്? റെഡി. സൗണ്ട് കുറവാണ്. ഓക്കെ, ഇപ്പോൾ സൗണ്ട്. സായ് അഭയങ്കർ പാടിക്കണം. അതായത് കറക്റ്റ് നമ്മുടെ ഇയാളുടെ വോയിസ് ഉണ്ടോ അനിരുദ്ധ്, അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വോക്കൽ ഭയങ്കരമായിട്ട് അനിരുദ്ധ് മ്യൂസിക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് ആരാണാവോ? സായ് അഭയങ്കർ ജ്ഞാനമുത്തോണോ ഗാനമുത്തോണോ ആൾക്കാരാണ്. കൊറിയോ എത്ര ആളല്ലേ? GK വിഷ്ണു ആരും
ഫെസ്റ്റിവൽ. ബ്ലാസ്റ്റിംഗ് സൂൺ, ഗോഡ് മോഡ്. ഇതില് നെക്സ്റ്റ് ബിഗ് തിങ് ആര്? സായ് അഭയങ്കർ. പുള്ളിന്റെ പേരാണ് പിന്നെയും പറയുന്നത്. കാരണം പാട്ടിലുടനീളം നമുക്ക് അനിരുദ്ധിനെ ഇങ്ങനെ കാണാം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളിന്റെ വോയിസും അനിരുദ്ധിന്റെ വോയിസും തമ്മിൽ ഭയങ്കര കുറെ കാര്യങ്ങൾ മാച്ചുള്ള പോലെ തോന്നുന്നുണ്ട്. അതിന്റെ ഈ പാട്ട് ശരിക്ക് സായിനെ അറിയാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആ പാട്ടുകാരൊന്നും അറിയാതെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ കേൾക്കുകയാണെങ്കിൽ നമുക്കത് അനിരുദ്ധ് മ്യൂസിക്കിലാണോ എന്ന് തോന്നിപ്പോകും. അത്തരം അനിരുദ്ധ് മ്യൂസിക്കുള്ള എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള നീട്ടുന്ന ചില സ്ഥലങ്ങളാണെങ്കിലും സംഗതികളുള്ള സ്ഥലങ്ങളാണെങ്കിലും ഭയങ്കര ബീറ്റ് ആണെങ്കിലും ഭയങ്കര എനർജറ്റിക് സാധനമാണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് അനിരുദ്ധിന്റെ പാട്ട് അതുപോലെ കേൾക്കുന്ന ഫീലാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. സായിയുടെ വോയിസ് അത്രയും മാച്ച് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. പക്ഷെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സായ് അഭയങ്കറിന്റെ കാലമാണെന്നാണ് തോന്നുന്നത്. കാരണം എവിടെ നോക്കിയാലും സായ് അഭയങ്കർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മലയാളത്തില് ബൾട്ടി ആ പടമാണ് ആദ്യമായിട്ട് സൈൻ ചെയ്ത മൂവി, അതായിട്ട് ഇറങ്ങിയ പടം അതാണെന്നാണ് പറയുന്നത്. വേറെയും കുറെ പടങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇനി ഇറങ്ങാൻ. ഇപ്പൊ എത്ര പടങ്ങൾ എവിടെ നോക്കിയാലും സായ് അഭയങ്കറിന്റെ പാട്ടേ കണ്ടു. ഇപ്പൊ ലാസ്റ്റ് കണ്ടിട്ടുള്ള ഒരു പടം അതിലും ഫുൾ സായ് അഭയങ്കർ മ്യൂസിക്കിലാണ്. അപ്പൊ ഭയങ്കരമാണ്, സമ്മതിക്കാതിരിക്കാൻ വയ്യ. പക്ഷെ തോന്നുന്നൊരു ഗുണം, അനിരുദ്ധിനൊക്കെ ഒരു മ്യൂസിക് കൊടുക്കണമെങ്കിൽ നല്ല കോടികൾ ചെലവ് വരും. സായ് അഭയങ്കർ കയറി വരുന്നേ ഉള്ളൂ. അപ്പൊ പൈസ വെച്ച് നോക്കുമ്പോൾ നല്ല കുറവായിരിക്കും. രണ്ടാളും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാവും. സോ ഇനി അങ്ങോട്ട് സായ് അഭയങ്കർ കാലമാണ്, തരംഗമാണ് പറയാൻ കാരണം അതാണ്. അനിരുദ്ധിന് കിട്ടില്ല എന്നല്ല, അത് സംഭവം തന്നെയാണ്. എന്നിരുന്നാൽ പോലും സായ് അഭയങ്കറിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഇപ്പൊ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് അനിരുദ്ധ് വന്ന് അതേപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പൈസ ഭയങ്കര ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സായിനെ ഒപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിൽ ഇമോഷണൽ ആണെങ്കിലും മറ്റു സംഭവങ്ങളാണെങ്കിലും ബീറ്റ് പരിപാടി ആണെങ്കിലും എല്ലാം ഇവിടെ പോകും. നമ്മൾ ചെയ്യാത്ത പരിപാടി ഒന്നും ഇല്ല സാർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയാണ്. സോ കൊള്ളാം. പിന്നെ അറിയാലോ, സൂര്യനെ കുറിച്ച് ഒന്നും പറയില്ല. പെർഫോമൻസിൽ പുള്ളി കിങ് ആണ്. പുള്ളി ലുക്കിൽ അടിപൊളിയാണ്. ഇതിൽ ഡാൻസിലും വേറെ ലെവലാണ്. എല്ലാം കൊണ്ടും സൂപ്പറാണ്. സിനിമ പക്ഷെ പൊതുവെ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരാറില്ല ഈ അടുത്തായിട്ട്. എന്നാൽ ഇടയ്ക്കൊരു ബ്ലാസ്റ്റാണ്. ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള കീട്ടിൽ മാസ് ആക്ഷൻ പടങ്ങൾ തരും. എന്നിട്ട് ഇത് 5 പടങ്ങൾ വെറുതെ ഇങ്ങനെ താഴെ പോകും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നല്ല പടമായി വരേണ്ടതാണ്. നല്ല ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. തമിഴ് ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് അപ്പീലിംഗ് ആവാൻ സാധ്യതയുള്ള ഒരു പടമാണെന്നാണ് തോന്നുന്നത്. ബാക്കി നമുക്ക് കണ്ടറിയാം. RJB ഒക്കെ ഭയങ്കരമായിട്ടുള്ള പൊക്കിയടികൾ എന്ന് അടിച്ചിട്ടുള്ളത്. ഇത്തരം പടമായിരിക്കും, ഉറപ്പായിട്ടും സൂപ്പർ പടമായിരിക്കും, കാത്തിരിപ്പ് വർത്തായിരിക്കും എന്നൊക്കെ പുള്ളി തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പറയുന്നതൊക്കെ പൊതുവെ താഴെ വീണാണ് കാണാറുള്ളത്. ബട്ട് ഇതങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പറഞ്ഞ പോലെ സൂര്യയുടെ പെർഫോമൻസിലും പുള്ളിയുടെ ലുക്കിലും കാര്യത്തിലും നമുക്കൊരു ഡൗട്ടും ഇല്ല. ബട്ട് സെലക്ട് ചെയ്യുന്ന സ്റ്റോറീസ് അത്ര നന്നായി വരാറില്ല പലപ്പോഴും. ഇത് നല്ല പടമാണെന്നാണ് ഒരു വളരെ എന്താ പറയുക, സൂര്യ പടങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കറു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താം. പാട്ടിൽ ഒരുപാട് ഡാൻസേഴ്സിനെ കാണുന്നുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആളുകളുള്ള പടമുണ്ട്. അല്ല, കുറെ ആളുകൾ നിരത്തി വെച്ചിട്ട് 10, 400, 500ഓളം ആളുകളൊക്കെ നിൽക്കുന്ന ഫൈറ്റ് സീനാണോ ഡാൻസ് ആണോ ഇതൊന്ന് പറഞ്ഞു കേട്ടിരുന്നു. മേ ബി ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും തന്നെ ആയിരിക്കും. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫുൾ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. മുഴുവൻ പാട്ട് ലിറിക്കലല്ലാതെ വിഷ്വൽ നമ്മുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് വരും എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ബ്ലാസ്റ്റ് സൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റായി മാറട്ടെ.